ഹായ് ഓൾ. നമ്മൾക്ക് ഇന്ന് സന്തോഷം എങ്ങനെ കിട്ടുക എന്നുള്ളത് നോക്കാം. നമ്മൾ കുറേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലാണല്ലോ, എന്നാലും കുറച്ചുകൂടെ നമുക്ക് നോക്കാം. സന്തോഷം ഉണ്ടാകണമെങ്കിൽ, ഹാപ്പിനെസ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഒരിക്കലും പാസ്റ്റ് മെമ്മറീസിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഓർമ്മകളിലൂടെ ഇങ്ങനെ പോകരുത്. കാര്യം എന്ന് വെച്ചാൽ ഹ്യൂമൻ മൈൻഡിലൊരു പ്രശ്നമുണ്ട്. വളരെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് മനുഷ്യന്റെ മനസ്സ് ഇങ്ങനെ ആലോചിച്ച് ഉറപ്പിച്ചു വെക്കൽ. അത് നമ്മൾക്ക് അങ്ങനെ ഒരുപാട് സന്തോഷം തരുത്തൊന്നുമില്ല. ഒരുപാട് വേദനകളിലൂടെയായിരിക്കും ആദ്യം ഹ്യൂമൻ മൈൻഡ് പോകുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ആലോചിച്ചിരുന്നെന്ന് വെച്ചിട്ട് നമുക്ക് സന്തോഷം കിട്ടില്ല. സോ പ്രസന്റ് മൊമെന്റിലൂടെ കടന്നു പോവാന്നുള്ളതാണ് സന്തോഷത്തിന്റെ ഫസ്റ്റ് കീ. ഇത് ഞാൻ സംസാരിക്കുന്നത് കൊണ്ടോ, പുസ്തകങ്ങൾ വായിക്കുന്നത് കൊണ്ടോ, മോട്ടിവേഷണൽ വീഡിയോ വായിക്കുന്നത് കൊണ്ടോ, ഒരു കൗൺസിലർ കാണുന്നതുകൊണ്ടോ ഒരാൾക്ക് സന്തോഷം ഒരിക്കലും ഉണ്ടാവില്ല. സന്തോഷമുണ്ടാണെങ്കിൽ ആ വ്യക്തി വിചാരിക്കുകയും ചെറിയ ചെറിയ ചേഞ്ചസ്, സിമ്പിൾ ചേഞ്ചസിലൂടെ കടന്നു പോയാലും മതി. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ സംസാരിക്കുന്ന വാചകങ്ങളാണല്ലോ സെന്റൻസുകളായി വരിക. ഈ സെന്റൻസുകൾ ഒരുമിച്ച് ചേരുന്നതാണ് നമ്മുടെ തോട്ട് പ്രോസസ്സ്. ഇങ്ങനെ കുറേ തോട്ട് പ്രോസസ്സ് ചേർന്ന് വരുന്നതാണ് നമ്മുടെ ഹാബിറ്റ്. അങ്ങനെ നമ്മുടെ ഹാബിറ്റ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് വരുന്നതാണ് നമ്മുടെ ബിഹേവിയർ. നമ്മുടെ ബിഹേവിയർ ഇങ്ങനെ കടന്ന് പോയി പേഴ്സണാലിറ്റി ആവാം. അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പായി വരുന്നതാണല്ലോ ഒരു ഹ്യൂമന്റെ ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രസന്റിൽ നിൽക്കുക, പ്രസന്റിൽ ചിന്തിക്കുക, പാസ്റ്റ് ഭൂതകാലത്തിന്റെ കുറേ കാര്യങ്ങളെ മാറ്റിവെക്കുക എന്നുള്ളത് ദ കീ പെർഫോമൻസ് ഏരിയ ഓഫ് ഹാപ്പിനെസ് ആണ്. പിന്നൊരു കാര്യം എന്താണെന്നറിയോ, നിങ്ങൾക്ക് കംപ്ലീറ്റ് ടൈം എക്സ്പീരിയൻസ് ഉണ്ടാവണം. നമ്മൾ പണ്ടൊക്കെ നമ്മളൊക്കെ കേട്ട് വളരുന്നത് എന്താണ്, ഞാൻ എന്നതിനേക്കാൾ ഉപരി നമുക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസസ് വേണം. പുതിയ എക്സ്പീരിയൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളത് ചെയ്താലല്ലേ പറ്റുള്ളൂ. അപ്പോൾ ചേഞ്ച് എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിലൊരു പ്രശ്നമുണ്ട്, അതിങ്ങനെ ബ്രെയിൻ ട്യൂൺ ചെയ്യും. രാവിലെ 7 മണിക്കാണെങ്കിൽ 7 മണിക്ക് തന്നെ എഴുന്നേൽക്കുക, ഉച്ചയ്ക്ക് ഇന്ന സമയത്ത് ഉറങ്ങുക, ഇത്ര സമയത്ത് ഉണരുക, തുടങ്ങിയതൊക്കെ നമ്മൾ ട്യൂൺ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ചേഞ്ച് എന്ന് പറയുന്നത് വളരെ അനിവാര്യമാണ്. ചെറിയ ചെറിയ ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നതിൽ ഒരു തെറ്റുമില്ല. സോ ദ സെക്കൻഡ് കീ ഓഫ് ഹാപ്പിനെസ് ഈസ് ചേഞ്ച്. ഇനി ഈ ചേഞ്ച് എങ്ങനെയാണെന്ന് അറിയോ, മറ്റുള്ളവനെ ചേഞ്ച് ചെയ്യാൻ പോകണ്ട. ഞാൻ പറയുന്നത് നീ കേൾക്കണം, ഞാൻ പറയുന്നതാണ് ശരി എന്നതല്ല, നമ്മൾ കറക്റ്റ് ആവുക എന്നുള്ളതാണ്. സോ അൺകംഫർട്ടബിൾ എന്നതിലേക്ക് പോകുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും. നിങ്ങൾ കേട്ടിരിക്കണൊക്കെ വേറെ കാര്യങ്ങളായിരിക്കും. കംഫർട്ടബിൾ ആയിരിക്കണം, ഹാപ്പി ആയിരിക്കണം എന്നായിരിക്കില്ല. ഇംപെർഫെക്ഷൻ ഹാപ്പിനെസ് ആണ്, അൺകംഫർട്ടബിൾ ഹാപ്പിനെസ് ആണ്. നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ നോക്കി നമ്മളിൽ ചേഞ്ച് ഉണ്ടാകുന്നതാണ് ഹാപ്പിനെസ്. സോ കുറേ കീസ് ഉണ്ട്, പക്ഷെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് സമയബന്ധിതമായി പറയാൻ പറ്റുന്നത്. സോ എല്ലാം കംഫർട്ടബിൾ സോണിലാകാതെ കുറച്ച് അൺകംഫർട്ടബിൾ ഒക്കെ ആയി അതിലൂടെ എക്സ്പീരിയൻസ് എടുത്ത് അതിൻ്റെ പെയിൻ ഫീൽ ചെയ്ത് പതിയെ ഹാപ്പിനെസ്സിലേക്ക് പോകാൻ പറ്റും നമുക്ക്. കാരണം എന്താണെന്നറിയോ, ഒരു മനുഷ്യൻ ഇങ്ങനെ മരിച്ചു കിടക്കുകയാണ്, ഒരു കഥയാണ് കേട്ടോ. അപ്പോഴൊരു കാക്ക അയാളുടെ മാംസം ഭക്ഷിക്കാൻ വരുമ്പോൾ അയാളോട് ചോദിക്കും, ഞാൻ നിന്നെ തിന്നോട്ടെ എന്ന് ചോദിക്കും. കഥയാണ് കേട്ടോ, മരിച്ചു കിടക്കുന്ന ആളോട് അങ്ങനെ ചോദിക്കത്തൊന്നുമില്ല നിങ്ങൾക്ക് തോന്നാം, പക്ഷെ എന്നാലും ചോദിക്കും. അപ്പൊ അദ്ദേഹം പറയും, അതെ നീ എൻ്റെ കണ്ണൊഴികെ എല്ലാ സംഭവങ്ങളും കഴിച്ചോളാൻ പറയും. അതായത് എൻ്റെ ശരീരമാസകലം കുത്തിക്കീറി തിന്നോ കുഴപ്പമില്ല, പക്ഷെ എൻ്റെ കണ്ണ് മാറ്റി വെക്കണം എന്ന് പറയും. അപ്പൊ കാക്ക ചോദിക്കുക, അതെന്തിനാണാവോ നിങ്ങളുടെ കണ്ണ് മാത്രം മാറ്റി വെക്കുന്നത്? അപ്പൊ പുള്ളി പറയും, എനിക്ക് കാലത്തിന്റെ മാറ്റത്തെ കാണാനാണ് എന്ന് പറയും. എനിക്ക് എൻ്റെ ഇഷ്ടമുള്ളവരെ കാണണം, ഈ കാലത്തിന്റെ മാറ്റങ്ങളെ എനിക്ക് കാണണം, മരിച്ചു കഴിഞ്ഞാൽ എനിക്കത് കാണണം എന്ന് പറയും. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ചേഞ്ച് എന്ന് പറയുന്നത്. സോ നമ്മളിൽ എല്ലാവരിലും ഉള്ളൊരു കാര്യമാണ്, നമ്മൾ എന്നാലോട്ട് ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് നമ്മൾ കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് ബുദ്ധിമുട്ടാണ്. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്, നന്നായി മാറിക്കൊണ്ടേയിരിക്കുക, പ്രസന്റിലായിരിക്കുക, ചെറിയ കാര്യങ്ങളെ എപ്പോഴും മുഖവിലേക്ക് എടുക്കുക, ആ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. സോ ലെറ്റ്സ് കണ്ടിന്യൂ ദ ജേർണി ഓഫ് ഹാപ്പിനെസ്. താങ്ക് യു ആൾ.